മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി നൽകി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. താൻ രാഷ്ട്രീയ വിദ്വാനല്ലായിരിക്കാം, പക്ഷേ ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹിന്ദു വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖറുടെ വിരട്ടലൊന്നും വേണ്ടെന്ന പരാമർശം നടത്തിയത്. അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ഭക്തരുടെ സംഗമമാണെങ്കിൽ DMK-യെ ക്ഷണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസിയല്ല, മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അതിൽ 99% വിശ്വാസികളാണ്. അപ്പോൾ ഞാൻ 18 തവണ ശബരിമല പോകുന്ന ഒരു വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഒരു നാസ്തികനായൊരു CPM മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കുന്നത്? ഇത് ആരാധന ഭാഗമാണെങ്കിൽ, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും DMK-യും വിളിക്കരുത്. വാർത്തയുടെ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇന്നലെ അദ്ദേഹത്തിന്റെ വിരട്ടലൊന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് മറുപടിയായി വളരെ കൃത്യമായ രാഷ്ട്രീയ മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നീലിമ, സെപ്റ്റംബർ 8-ാം തീയതി നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും DMK നേതാവ് കൂടിയായിട്ടുള്ള MK സ്റ്റാലിനെ പങ്കെടുപ്പിക്കുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ BJP നേരത്തെ തന്നെ എതിർപ്പറിയിച്ചിട്ടുള്ളതായിരുന്നു. ഈ വിഷയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ രാഷ്ട്രീയമറിയാത്ത BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിലുള്ള പ്രതികരണം വന്നത്. ആ പ്രതികരണത്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയിട്ടുള്ളത്. നാസ്തികനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന സർക്കാർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ BJP-ക്ക് ശക്തമായിട്ട് എതിർപ്പുണ്ട്. ആ പരിപാടിയിലേക്ക് DMK നേതാവിനെ കൂടിയായിട്ടുള്ള സ്റ്റാലിനെ കൊണ്ടുവരുന്നതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമല്ലാതെ എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സെപ്റ്റംബർ 8-ാം തീയതി നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ ഹിന്ദുക്കളുടെ വൈകാരികതയെ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ ആ വൈകാരികത മുൻനിർത്തിക്കൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായിട്ടും വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും CPM-ന്റെ ഭാഗത്തുനിന്നും നടക്കുന്നതെന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമം പോലുള്ള ഹിന്ദുക്കളുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ മോശം പരാമർശങ്ങളും ഹിന്ദു സമൂഹത്തിന് നേരെ നടത്തിയ മോശം പ്രതികരണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുക്കളെ വേട്ടയാടുകയും ഹിന്ദുക്കളുടെ ഐഡിയോളജിയെ അംഗീകരിക്കാതിരിക്കുകയും ഹിന്ദു ആശയങ്ങളെ തള്ളിപ്പറയും ചെയ്യുന്ന ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ശേഷമായിരിക്കണം ഇത്തരത്തിലൊരു പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഹിന്ദുക്കളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന് കൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന ഈ പോലീസ് CPM സർക്കാരിൻ്റെ പോലീസ് നരനായിട്ടുകൾ ഉൾപ്പെടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ചേർത്ത് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഹിന്ദുക്കളോട് കാണിച്ചിട്ടുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രതികരണങ്ങളും അതുപോലെ എല്ലാ നെറികേടുകളും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു വലിയ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയം കുത്തുനിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. ദേവസ്വം മന്ത്രി ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അയ്യപ്പ ഭക്ത സംഗമത്തിൽ DMK-യെയും സ്റ്റാലിനെയും ക്ഷണിച്ചത് എന്തർത്ഥത്തിലാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്.